മാന്നാർ ശ്രീ ഭുവനേശ്വരി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ കേരളപ്പിറവി ആഘോഷത്തോടനുബന്ധിച്ച് തനിമ 2024 എന്ന വൈവിധ്യമാർന്ന പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ പ്രദീപ് ശാന്തി സദൻ ഉദ്ഘാടനം നിർവഹിച്ചു. മാന്നാർ ശ്രീ ഭുവനേശ്വരി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ കേരളപ്പിറവി ആഘോഷത്തിന്റെ ഭാഗമായി തനിമ 2024 എന്ന പേരിൽ വൈവിധ്യമാർന്ന പരിപാടി സംഘടിപ്പിച്ചു. കേരളത്തിലെ സാംസ്കാരിക സാഹിത്യ കലാമണ്ഡലങ്ങളുടെ പരിച്ഛേദമായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പരീക്കുട്ടിയും കറുത്തമ്മയും പ്രണയാതുരതയോടെ മാനസമയിനെ പാടി അഭിനയിച്ചപ്പോൾ സദസ്സും ഒപ്പം കൂടി. എളിയ തോതിൽ എഴുത്തുകാരാണ്. 2 കൊല്ലം തടവ്. ഇപ്പൊ ഞാനിവിടെ തനിച്ച, കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. കഠിനതമാണല്ലേ? അതെ, 14 കൊല്ലം. അപ്പോ കൊലക്കുറ്റമാണല്ലേ? മാതൃസ്നേഹത്തിലെ മഹത്വവും തീവ്രതയും നിറഞ്ഞ പൂതപ്പാട്ടിലെ കഥാപാത്രങ്ങൾ നിറഞ്ഞാടിയപ്പോൾ പാത്തുമ്മയും ബഷീറും കുട്ടിപ്പട്ടാളവും ഒന്നുചേർന്ന് ചിരിയുടെ പൂരത്തിന് തിരികൊളുത്തി. കടമുറ്റത്ത് കത്തനാർ നീലിയെ തളയ്ക്കുന്ന രംഗങ്ങൾ കുട്ടികൾ അവതരിപ്പിച്ചു. മായാവിയും ലുട്ടാപ്പിയും കുട്ടൂസനുമൊക്കെ വേദിയിലെത്തി. മതിലുകൾ എന്ന സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ച ബഷീർ എന്ന കഥാപാത്രവും KPC ലളിതയുടെ നാരായണി എന്ന കഥാപാത്രവും തമ്മിൽ സംസാരിക്കുന്നത് ഏറെ ഹൃദ്യമായ അവതരണമായി. മരുഭൂമിയിലെ മണൽപ്പരപ്പിൽ ജീവിതം തിരിച്ചുപിടിക്കാൻ പൊരുതുന്ന ആടുജീവിതത്തിലെ നജീബിന്റെ നൊമ്പരവും കുട്ടികൾ അവതരിപ്പിച്ചു. സമകാലിക സംഭവങ്ങൾ കോർത്തിണക്കി ചാക്യാരായി വന്ന് പരിപാടികൾ നിയന്ത്രിച്ചത് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനന്തകൃഷ്ണനായിരുന്നു. സമർപ്പണത്തിന് മുന്നോടിയായി വേദിയിൽ കിൻഡർഗാർട്ടൻ കുട്ടികളും രക്ഷിതാക്കളും കേരളീയ വേഷത്തിൽ അണിനിരുന്ന ഫാഷൻ ഷോ, ഇന്നർവീൽ ഗോൾഡൻ ക്ലബ്ബ്, മാന്നാർ ഭാഷാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ സാഹിത്യ സദസ്സ്, സീഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പച്ചക്കറി തൈ വിതരണം എന്നിവയും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ പ്രദീപ് ശാന്തി സദൻ നിർവഹിച്ചു. സെക്രട്ടറി ഗണേഷ് കുമാർ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ രാജശേഖരൻ പിള്ള, ശശിധരൻ ആർ പിള്ള, അക്കാദമിക് ഡയറക്ടർ രാജീവൻ ആർ, PTA പ്രസിഡന്റുമാരായ സുജിത്ത് ശ്രീരംഗം, അൻഷാദ് മാന്നാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. പ്രോഗ്രാം കോർഡിനേറ്റർ സുജാസ് ടി സെയ്ദിന്റെ നേതൃത്വത്തിൽ അധ്യാപകരായ അർച്ചന, സിന്ധു, പ്രിയ എന്നിവർ ചേർന്നാണ് പരിപാടികൾ ക്രമീകരിച്ചത്. CDNet ന്യൂസ്, മാന്നാർ.